ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് രണ്ട് ടു വേ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ടു വേ സ്വിച്ചുകൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ നമുക്ക് ഇൻവെർട്ടറിൻ്റെ കണക്ഷൻ, ഇൻവെർട്ടറിൻ്റെ പ്ലഗ് നമുക്ക് കൺട്രോൾ ചെയ്യാമെന്ന് കുറേ ആളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് ഉത്തരമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ നോക്കുക, ഇതൊരു ടു വേ സ്വിച്ചാണ് ഞാൻ ഈ വരച്ചിരിക്കുന്നത്. 3 പോളുകളാണ് ടു വേ സ്വിച്ചിനുള്ളത്. സെൻട്രലത്തെ പോള്, പിന്നെ മുകളിലും താഴെ അങ്ങനെ 2 പോളുകളാണുള്ളത്. ഒരു സ്വിച്ച് ഓഫായി കിടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഓഫായി കിടക്കുന്ന സമയത്ത് താഴത്തെ സെൻട്രലിലെ പോളും അതിൻ്റെ ഏറ്റവും താഴത്തെ പോളും തമ്മിലാണ് ഇതിൻ്റെ കണക്ഷൻസ് ഉള്ളത്. ഇപ്പോൾ ഓൾറെഡി നിങ്ങൾ നോക്കുക, ഇതിൻ്റെ താഴെ സൈഡിലായിട്ട് ഒരു പവർ പ്ലഗ്, 2 പവർ പ്ലഗുകൾ കൂടിയാണ് ഇതിൻ്റെ ആവശ്യമായിട്ട് വരുന്നത്. ഇങ്ങേ സൈഡിലും അതുപോലെ തന്നെ 2 ടു വേ സ്വിച്ചിൻ്റെ 2 സൈഡുകളിലായിട്ട് 2 പവർ പ്ലഗുകൾ, അതും 16 ആമ്പിയറിൻ്റെ പ്ലഗുകൾ തന്നെയാണ് ഏറ്റവും നല്ലത്. കാരണം അത്രയും ലോഡ് കാര്യങ്ങൾ ഇൻവെർട്ടർ സെക്ഷനിൽ വരുന്നത് കൊണ്ട് ഓൾറെഡി 16 ആമ്പിയറിൻ്റെ തന്നെ സ്വിച്ചും എടുക്കുക, പവർ പ്ലഗ് എടുക്കുക. ഇനി നമ്മൾ നോക്കേണ്ടത്, ഇനി ഇതിലേക്കുള്ള കണക്ഷനാണ് നോക്കുന്നത്. ഡി ബി ആണ് ഞാൻ ഈ വരയ്ക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഡി ബിയിൽ നിന്നും അതിൻ്റെ സെലക്ടറിൽ നിന്നും ഏതായാലും കുഴപ്പമില്ല, സിംഗിൾ ഫേസ് ആയാലും 3 ഫേസ് ആയാലും കുഴപ്പമില്ല. ഇത് MCB ആണ്. അതിലേക്ക് ഡി ബിയിൽ നിന്നും ഒരു MCBയിലേക്ക് 16 ആമ്പിയറിൻ്റെ തന്നെ MCBയിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അടുത്തതും ഒരു MCB വേണം. അത് ഇൻവെർട്ടറിൻ്റെ ഔട്ട് സെക്ഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു MCB കൂടി നമ്മൾ വെക്കുന്നുണ്ട്. അതിൻ്റെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി നമ്മൾ നോക്കുക, 2 ടു വേ സ്വിച്ചിൻ്റെ താഴത്തെ 2 കണക്ഷൻ തമ്മിൽ ഒന്ന് ലിങ്ക് ചെയ്യുക. ഒരു വയർ ഉപയോഗിച്ചിട്ട് താഴത്തെ ടു വേ സ്വിച്ചിൻ്റെ 2 അറ്റം തമ്മിൽ ഒന്ന് ലിങ്ക് ചെയ്യുക. ലിങ്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി അതിൻ്റെ MCB ഇടുക. MCB നമ്മൾ ചാർജിങ് സെക്ഷൻ്റെ MCB ആണ് ഞാനീ കൊണ്ടുവരുന്നത്. ചാർജിങ് സെക്ഷൻ്റെ MCB ആ സ്വിച്ചിൻ്റെ സെൻറ്ററിലേക്കാണ് കൊടുക്കേണ്ടത്. സെൻറ്ററിൽ, അതായത് ചാർജിങ് സെക്ഷൻ, അതായത് ഉദ്ദേശിക്കുന്നത് ഡി ബിയിൽ നിന്നും സാധാ ഫേസ് ഇൻവെർട്ടർ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫേസ് ആയിട്ട് എടുക്കുന്നു. ഇനി അതിനുശേഷം മറ്റേ ടു വേ സ്വിച്ചിൻ്റെ സെൻറ്ററിൽ നിന്നും ആ ഒരു പോയിൻ്റ് എടുത്ത്, ഞാൻ പറഞ്ഞു ഇൻവെർട്ടറിൻ്റെ ഔട്ടിന് വേണ്ടി നമ്മളൊരു MCB വെക്കുന്നുണ്ട്. ആ MCBയിലേക്കാണ് കൊടുക്കുന്നത്. അതും 16 ആമ്പിയറിൻ്റെ MCB ആണ് കൊടുക്കുന്നത്. ഇത് അതിൽ നിന്നും ഒരു കൺട്രോളിങ് വഴിയായിട്ടാണ് ഈ MCB ആണ് നമ്മുടെ വീടുകളിലേക്ക് എവിടേക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. മൊത്തം ഇൻവെർട്ടർ സെക്ഷൻ്റെ കൺട്രോളിങ് വരുന്നത് ഈ MCB വഴിയാണ്. അതായത് ഈ MCBയിൽ വഴിയായിട്ടാണ് നമ്മുടെ എല്ലാ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് പോയിരിക്കുന്ന കംപ്ലീറ്റ് കൺട്രോളിങ് കാര്യങ്ങൾ വരുന്നത് ആ MCBയിൽ തന്നെ കൊടുക്കുന്നത്. അതും 16 ആമ്പിയർ തന്നെ MCB കൊടുക്കുക. ഇനി നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാൻ സാധിക്കും, ഇൻവെർട്ടർ നമ്മൾ ഓഫ് ചെയ്തിരിക്കുന്നത്, അതായത് ആ സ്വിച്ച് 2 ഓഫായിരിക്കുന്ന പൊസിഷനിൽ സാധാ ഫേസ് ഇവിടെ വന്നു. അതിനുശേഷം ഓഫായി കിടക്കുമ്പോൾ അതിൻ്റെ സ്വിച്ചിൻ്റെ കണക്ഷൻ താഴേക്കാണ്. ഇതിലൂടെ കണക്ഷൻ ഇതിൽ വന്ന് വീണ്ടും മറ്റേ സ്വിച്ച് ഓഫായി കിടക്കുമ്പോൾ അതിലൂടെ കണക്ഷൻ വന്ന് കയറി ഇറങ്ങി നമ്മുടെ വീടുകളിലേക്കുള്ള സപ്ലൈ ഡയറക്റ്റായിട്ട് പോകുന്നു. അതായത് ബൈപ്പാസ് സിസ്റ്റമാണ് ഈ ചെയ്തിരിക്കുന്നത്. ഇത് നിങ്ങൾക്ക് വ്യക്തമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇൻവെർട്ടർ വയ്ക്കാത്ത സമയത്ത് നമ്മൾ ആ 2 സ്വിച്ചും ഓഫ് ചെയ്തിടുക. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ സാധാ ഫേസ് ബൈപ്പാസ് വഴി നമ്മളെ ഇൻവെർട്ടർ സെക്ഷനിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സെക്ഷനിലേക്കും പോകുന്നു. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്, ഇനി ഈ സ്വിച്ച് ഓണാക്കുന്നു. ഈ സ്വിച്ച് ഓണാക്കുന്ന 2 സ്വിച്ചും ഒരേപോലെ ഓണാക്കുക. 2 സ്വിച്ച് ഒരേപോലെ ഓണാക്കുമ്പോൾ സാധാ ഫേസ് അതിൻ്റെ സെൻറ്ററിലേക്ക് വന്നിട്ടുണ്ട്. ആ ഫേസ് ഓൾറെഡി മുകളിലെ പോളിലേക്കാണ് പോകുന്നത്. സ്വിച്ച് ഓണാക്കി കഴിയുമ്പോൾ ആ പോള് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഇവിടെ ഒരു 16 ആമ്പിയറിൻ്റെ പവർ പ്ലഗ് നമ്മൾ വെച്ചിട്ടുണ്ട്. ഈ പ്ലഗിൻ്റെ റൈറ്റ് സൈഡിലേക്ക് നമ്മൾ കൊടുക്കുന്നു. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇൻവെർട്ടർ സെക്ഷൻ ചാർജിങ്ങിന് വേണ്ടി, അതായത് ബാറ്ററി ചാർജ് ആവുന്നതിന് വേണ്ടി കൊടുത്തിരിക്കുന്ന പ്ലഗ്ഗാണ് ഓൾറെഡി ആ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിരിക്കുന്ന പ്ലഗ്. അതിലേക്ക് നമ്മൾ ആ സ്വിച്ച് ഓണാക്കി കഴിയുമ്പോൾ അതിലേക്ക് വരുന്നു. അതുപോലെ തന്നെ ഇപ്പുറത്തെ പ്ലഗ് നോക്കുക. ഇപ്പുറത്തെ പ്ലഗും അതുപോലെ തന്നെ സെയിം തന്നെ അതിൻ്റെ റൈറ്റ് സൈഡിലെ റൈലാണ് വരുന്നത്. അതിൻ്റെ ഔട്ട് വരുന്നത് ഇൻവെർട്ടറിൻ്റെ ഔട്ടിലേക്ക് കൊടുത്തിരിക്കുന്ന പ്ലഗ്ഗാണിത്. നമ്മൾ ആ ഇൻവെർട്ടർ സെക്ഷൻ്റെ ആ സ്വിച്ച് ഓണാക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ആ സെക്ഷനിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഇൻവെർട്ടറിൻ്റെ ഔട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് കൺട്രോൾ ചെയ്ത് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണും. ഇൻവെർട്ടർ വയ്ക്കുന്ന സമയത്ത് ഈ 2 സ്വിച്ചും ഓണാക്കിയിടണം. 2 സ്വിച്ച് ഓണാക്കിയിടുന്ന സമയത്ത് ഒരു സെക്ഷനിൽ ചാർജിങ് നടക്കും, മറ്റു സെക്ഷനിൽ ഇൻവെർട്ടർ കറണ്ട് പോകുന്ന സമയത്ത് ഇതുവഴി ആ പ്ലഗ് വഴി ഡയറക്റ്റായിട്ട് അതിലേക്ക് നമ്മുടെ ബാക്കി MCB കൊടുത്തിരിക്കുന്ന, അതായത് ഇൻവെർട്ടർ സെക്ഷന് സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്ന MCBയിലേക്ക് പോകുന്നു. അങ്ങനെയാണ് 2 ടു വേ സ്വിച്ച് ഉപയോഗിച്ചിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വർക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ശരിക്കും ഒരു ഐഡിയ കിട്ടിക്കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ 2 ടു വേ സ്വിച്ചും ഈ 2 ടു വേ സ്വിച്ച് എടുക്കുന്ന സമയത്ത് 2ഉം പവർ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഒന്നല്ലെങ്കിൽ 20 ആമ്പിയർ എടുക്കുക, അല്ലെങ്കിൽ 16 ആമ്പിയറിൻ്റെ 2 ടു വേ സ്വിച്ചുകൾ എടുക്കുക. അതുപോലെ തന്നെ 2 പവർ 16 ആമ്പിയറിൻ്റെ പ്ലഗ് സോക്കറ്റും തന്നെ എടുക്കുക. നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ലൈക്ക് ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്.